ഹായ് കൂട്ടുകാരെ, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ശീലിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. കഴിയുന്നതും നേരത്തെ ഉറങ്ങുക. നിങ്ങളുടെ രാത്രിയിലെ ഭക്ഷണം ഏകദേശം 8 മണിക്ക് ശേഷമാക്കാതിരിക്കുക. രാത്രിയിലെ ഭക്ഷണം വളരെ സിമ്പിളാകട്ടെ. നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പം പയർ കഞ്ഞി അല്ലെങ്കിൽ പയറും ഉഴുന്നും പരിപ്പും അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഒരു കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം. ആ കഞ്ഞി ഉണ്ടാക്കി കഴിച്ചിട്ട് ഒരു 8 മണിക്ക് നമ്മൾ കഴിക്കുന്നു എന്നിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പൊറോട്ടയും അങ്ങനെയുള്ള കുഴിമന്തി അങ്ങനെയുള്ളത് രാത്രി ഒഴിവാക്കുക. എന്നിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉറങ്ങാവൂ. നിങ്ങൾക്ക് ഈ വയറിൽ നിന്നും പുളിച്ച് കിട്ടുന്ന അങ്ങനെയുള്ള അസുഖമുണ്ട്, അല്ലെങ്കിൽ വയറിലെ ഗ്യാസ്ട്രിക് അൾസറോ അങ്ങനെയുള്ള അസുഖങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കട്ടിലിൻ്റെ തലയുടെ ഭാഗം ഒന്ന് ഉയർത്തി വയ്ക്കുക. അത് കട്ടിലിൻ്റെ താഴെ ഇഷ്ടികയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ട് ഉയർത്തി വയ്ക്കുക. അപ്പോൾ ഈ മുകളിലേക്കുള്ള നമ്മുടെ ആമാശയത്തിൽ നിന്നുള്ള ആസിഡ് മുകളിലേക്ക് വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതുപോലെ തന്നെ രാവിലെ കഴിയുന്നതും നേരത്തെ എണീക്കുക. പഴയ ആൾക്കാർ പറയുന്നത് വെറുതെയല്ല. അതിരാവിലെ അതായത് 3 മണിക്ക് പറ്റിയില്ലെങ്കിലും ഒരു 4 മണിക്കോ 5 മണിക്കോ എങ്കിലും എണീക്കാനായിട്ട് നോക്കുക. ആ സമയത്ത് എന്തെങ്കിലും ഒരു ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം ഒരു ഗ്ലാസ് കുടിക്കുക. എന്നിട്ട് നിങ്ങളുടെ എക്സസൈസ്, അത് യോഗയാകാം, അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ജിമ്മിൻ്റെ എക്സസൈസ് ആവാം, അങ്ങനെ ഏത് എക്സസൈസെങ്കിലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തിൻ്റെ ആരോഗ്യമനുസരിച്ച് ചെയ്യുക. 1 മണിക്കൂർ വരെ അത് നീട്ടിക്കൊണ്ട് പോകാം. അത് തുടക്കത്തിൽ ചാടിക്കയറി 1 മണിക്കൂർ ചെയ്യരുത്. 10 മിനിറ്റ്, അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കൂട്ടി അങ്ങനെ ആരോഗ്യത്തിനനുസരിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം കുളിക്കുക. ഒരിക്കലും വയറ് നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുളിച്ച ശേഷം നിങ്ങളുടെ പ്രാഥമിക പ്രവൃത്തികൾ, അതായത് മെഡിറ്റേഷൻ, അങ്ങനെ നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ അങ്ങനെയുള്ളവ ചെയ്യാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. 1 മിനിറ്റ് ചെയ്താൽ അത്രയും നന്ന്. അത്രയെങ്കിലും പറ്റുമെങ്കിൽ അത് കൂട്ടി വരാം. പിന്നീട് നിങ്ങളുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ ആയി നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും, ഇല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അതൊക്കെ ചെയ്യട്ടെ. പിന്നെ നിങ്ങളുടെ പ്രഭാത ഭക്ഷണം വളരെ റിച്ചായിരിക്കണം. കാരണം നമ്മൾ 7-8 മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ്, ഉപവാസത്തിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് വൈറ്റമിൻസ് അടങ്ങിയ, അതായത് ഇലക്കറികളും അങ്ങനെ, അതുപോലെ തന്നെ മുട്ട കഴിക്കുന്നവരാണെങ്കിൽ 1-2 മുട്ടയോ ഉപയോഗിച്ചതുകൊണ്ട് ഒന്നും പറ്റാൻ പോകുന്നില്ല. അതുപോലെ തന്നെ മറ്റ് ധാന്യവർഗ്ഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ് പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തുക. ഒന്നും വേണ്ട, നമ്മുടെ നിലക്കടല, നമ്മുടെ കശുവണ്ടിയേക്കാൾ എത്രയോ പ്രോട്ടീൻ കൂടിയതാണ് നിലക്കടല. അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. കാർബോഹൈഡ്രേറ്റും ഒരളവ് വരെ, 1-2 ഇഡ്ഡലി അല്ലെങ്കിൽ കുറച്ച് പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വൈറ്റമിൻ ഉള്ള നല്ല ആഹാര സാധനങ്ങളും ഉൾപ്പെടുത്തുക. അതാവട്ടെ നമ്മുടെ പ്രഭാത ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചഭക്ഷണം, അതും റിച്ചായിരിക്കണം. അത് ഇതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും. പിന്നെ നിങ്ങൾ പലപ്പോഴും വിചാരിക്കും, അയ്യോ കൊളസ്ട്രോൾ വരും, ഫാറ്റ് കഴിക്കരുത്. ഇല്ല, നമ്മുടെ നെയ്യ് അത് കഴിക്കുന്നത് നല്ലതാണ്. ഒരു ചെറിയ ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വിർജിൻ ഒലീവ് ഓയിലോ ഒക്കെ നമുക്ക് ഫാറ്റിനായിട്ട് ഉപയോഗിക്കാം. വിർജിൻ ഒലിവ് ഓയിലിന് ഒത്തിരി ഗുണങ്ങളുണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ നെയ്യും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ തന്നെ വിർജിൻ ഒലിവ് ഓയിലിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളതിലേക്ക് ഉപയോഗിക്കുക. പിന്നീട് അത് കഴിഞ്ഞ് നിങ്ങളുടെ വൈകുന്നേരത്തെ ഭക്ഷണം, അത് സ്നാക്സ്, വൈകുന്നേരം ചായ, സ്നാക്സ്, അത് പലർക്കും ഒഴിച്ചുകൂടാത്തതാണ്. സ്നാക്സ് കഴിയുന്നതും വറുത്ത സാധനങ്ങളാകാതിരിക്കട്ടെ. അല്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ, അവൽ നനച്ചതോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് അത് കഴിക്കുക. കുട്ടികൾക്കും അതുപോലെ തന്നെ കൊടുക്കുക. പിന്നെ ഞാൻ രാത്രി പറഞ്ഞല്ലോ, രാത്രി സിമ്പിളായിരിക്കണം. അതായത് നമ്മുടെ 1/3 ആമാശയത്തിൻ്റെ, സ്റ്റൊമക്കിൻ്റെ 1/3 നമ്മുടെ ഫുഡ്, 1/3 എപ്പോഴും ജലം, പിന്നെ 1/3 ഒഴിച്ചിട്ടയ്ക്കുക. കാരണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഈ അത്താഴം കഴിഞ്ഞതിന് ശേഷം പണ്ടത്തെ ആൾക്കാർ പറയുന്നത് പോലെ
അരക്കാതം നടക്കുക. അത്രയൊന്നും നമുക്ക് പറ്റില്ല, എന്നാലും കുറച്ച് രീതിയിൽ ഒന്ന് നടന്നൊക്കെ നോക്കി കുറച്ചൊന്ന് ദഹനത്തിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിക്കുക. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണം വയറിലുണ്ടെങ്കിൽ അത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുകയും അതുപോലെ തന്നെ അത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഹാനികരമാണ്. അതുകൊണ്ട് തന്നെ ഒരു 3 മണിക്കൂർ ഭക്ഷണം കഴിച്ച് 8 മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മിനിമം 2 മണിക്കൂർ 10 മണിക്കെങ്കിലും ഉറങ്ങുക. ഉറക്കം കളയരുത്. നമ്മുടെ ഉറക്ക സമയത്താണ് ഒത്തിരി നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിക് ചേഞ്ചസും അതുപോലെയുള്ള കെമിക്കൽ ചേഞ്ചസും ഒക്കെ നമ്മുടെ ഗ്രോത്തും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 7-8 മണിക്കൂർ എങ്കിലും ഉറങ്ങാനായിട്ട് നോക്കുക. നിങ്ങളുടെ ഉറക്കം സുഖകരമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കത്തിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ മാനസികമായ ആരോഗ്യം നല്ലതായിരിക്കണം. അതിന് ചില മ്യൂസിക്സൊക്കെ ഉണ്ട്. ഉറക്ക സമയത്ത് നമ്മുടെ സൈഡിൽ വെച്ച് ആ മ്യൂസിക് കേട്ടുകൊണ്ട് തന്നെ ഉറങ്ങാം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മളെല്ലാം ഇപ്പോൾ മൊബൈലിനും ഒക്കെ അടിമകളാണല്ലോ. അപ്പോൾ നമ്മുടെ ഉറക്കത്തിന് ഒരു മണിക്കൂറിന് മുമ്പേ മൊബൈൽ, TV അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നോക്കാതിരിക്കുക. പുസ്തകം വായിക്കാം. പുസ്തകം വായിച്ചുറങ്ങുകയായിരുന്നു. എൻ്റെ ശീലമൊക്കെ അങ്ങനെയായിരുന്നു പണ്ട്. പുസ്തകം വായിച്ചുറങ്ങുക. അങ്ങനെ നല്ല സുന്ദരമായ ഉറക്കത്തിലേക്ക് പോകും. അതും നല്ല പോസിറ്റിവിറ്റി തരുന്ന പുസ്തകങ്ങൾ. എന്തെല്ലാം നെഗറ്റീവാണോ തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്, നമ്മുടെ ഉറക്കത്തിൽ നമ്മളെ നൈറ്റ് മെയർസ് അല്ലെങ്കിൽ ദുർസ്വപ്നങ്ങൾ കാണും. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ളതും പ്രേതങ്ങളെക്കുറിച്ചുള്ളതും അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള വസ്തുതകളെക്കുറിച്ചുള്ളതായിട്ടുള്ള പുസ്തകങ്ങൾ രാത്രി വായിക്കാതിരിക്കുക. അങ്ങനെയുള്ള ഫിലിംസും രാത്രി കാണാതിരിക്കുക. വൈകുന്നേരം ശാന്തമാകട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് ഇന്ന് വരെ നാം പ്രകൃതിയോട് ചെയ്തിട്ടുള്ള എല്ലാ ജീവജാലങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും അതുപോലെ തന്നെ നിങ്ങളുടെ പൂർവികരോടും നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ചെയ്തിട്ടുള്ള സർവ്വ അപരാധങ്ങൾക്കും ക്ഷമ നൽകണമേ, അല്ലെങ്കിൽ സമസ്താപരാധം പുറത്ത് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ കിടന്നു നോക്കൂ. നിങ്ങളുടെ ഉറക്കം സുഖകരമായിരിക്കും. ഇനി നിങ്ങൾ ദൈവവിശ്വാസിയല്ല എന്നിരിക്കട്ടെ, എങ്കിലും പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട്. ആ പ്രപഞ്ച ശക്തിയോട് നിങ്ങൾ ഒന്ന് ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഇതുവരെ ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എൻ്റെ പൂർവികരും ചെയ്തിട്ടുള്ള എല്ലാ സമസ്താപരാധങ്ങളും പുറത്തു തരണേ എന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. ശാന്തമായ മനസ്സോടെ നമുക്ക് ഉറങ്ങാൻ സാധിക്കും. ഇനി നമ്മുടെ മനസ്സിനകത്ത് നമ്മളെപ്പോൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വെളിയിലിറങ്ങുകയാണ്, നമ്മൾ സൊസൈറ്റിയാണ്. സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. സൊസൈറ്റിയിൽ രാവിലെ എണീറ്റ ഉടനെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള സംസാരങ്ങളും വരാതിരിക്കട്ടെ. നമ്മുടെ സുഹൃത്തുക്കളെ കാണുമ്പോഴും ഒന്ന് അഭിവാദ്യം ചെയ്യുക നല്ലൊരു പുഞ്ചിരിയോടെ. പുഞ്ചിരി നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലുള്ളതായിരിക്കട്ടെ. നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാറില്ലേ, മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പോസിറ്റിവിറ്റി നിറയുമ്പോഴാണ് ആ മുഖത്ത് സന്തോഷവും പുഞ്ചിരിയും വരുന്നത്. നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺസ് കുറയാനും അതുവഴി നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കൂടാനും കാരണമാകും. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോർമലാവും, നിങ്ങളുടെ ഹാർട്ടിൻ്റെ ആക്ഷൻ നല്ലതാകും, അതുപോലെ തന്നെ നിങ്ങളുടെ ശ്വാസകോശത്തിനും മറ്റും അതുപോലെ ദഹന വ്യൂഹത്തിനും നിങ്ങളുടെ ആരോഗ്യം കൂടുതലാകും. എപ്പോഴും സന്തോഷവാന്മാരായിരിക്കുക. ഇനി നമ്മൾക്കുള്ളിൽ സങ്കടമുണ്ട്, അത് കരഞ്ഞു തീർക്കുക, അത്രയേ ഉള്ളൂ. അതിനൊരു അത് പോകാനുള്ള ഒരു വഴി വേണം. ഇല്ലാതെ ഉള്ളിലെല്ലാം ഇട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിനെയും ആരോഗ്യത്തിനെയും ബാധിക്കും. അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കേണ്ടതാണ്. അത് തന്നെത്താനെ പ്രകടിപ്പിക്കുക. നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒന്നും പുറത്ത് പറയേണ്ട കാര്യമില്ല. മറ്റുള്ളവർ നിങ്ങളുടെ മുമ്പ് സിമ്പതി കാണിച്ചാലും മാറി നിന്ന് അവർ നിങ്ങളെ പരിഹസിക്കുന്നുണ്ടാവും. അത് ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ വളരെ ആരോഗ്യപരമായ ഒരു ജീവിതം നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. നമസ്തേ.